നമസ്കാരം. ഞാനിന്ന് പുതിനയില നമ്മുടെ അടുക്കളയിൽ തന്നെ എങ്ങനെ ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പുതിനയില കിളിർപ്പിച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ടിന്നോ പ്ലാസ്റ്റിക് പാത്രമോ എടുക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ സുഷിരങ്ങൾ ഈ വശങ്ങളിലായി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഓട്ടിൻ മിശ്രിതം ഇട്ട് നിറച്ചു കൊടുക്കും. വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കുറച്ച് ചകിരി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചകിരി ഇട്ട് കൊടുത്താൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്നുണ്ടാകും. ഇതിനകത്ത് നമുക്ക് ഓട്ടിൻ മിശ്രിതം നിറച്ചു കൊടുക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. പുതിനയില, മല്ലിയില, കറിവേപ്പില മുതലായ ഇലവർഗത്തിൽപ്പെട്ടവ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ പലപ്പോഴും കീടനാശിനികൾ അടിച്ചതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് അത്ര വിശ്വാസയോഗ്യമാവില്ല. അതിനാൽ നമുക്കിത് വീടുകളിൽ വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. പുതിനയിലയുടെ തണ്ടുകൾ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ തണ്ടുകൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ദ്വാരത്തിലൂടെ ഉള്ളിലോട്ട് കയറ്റി ഇങ്ങനെ നട്ടു കൊടുക്കാൻ നമുക്ക്. ഇങ്ങനെ നട്ടു കൊടുക്കുന്ന ഈ തണ്ടുകൾ വളർന്നു വലുതായി വരുന്നുണ്ടാവും. പുതിനയുടെ തണ്ടുകൾ മുഴുവനും ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ ദ്വാരങ്ങളിലൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നട്ടുവച്ചിരിക്കുന്ന പുതിന അടുക്കളയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആ പുതിനയിലെ ഓരോ തണ്ടും കിളിർത്ത് പുതിയ ബ്രാഞ്ചുകൾ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ചില തണ്ടുകൾ മാത്രം ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ മിക്കവാറും തണ്ടുകളെല്ലാം തന്നെ കിളിർത്ത് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ അതിൽ ഉണ്ടാവുന്നത് കാണാം. ഇത് വളരുന്നതനുസരിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. നട്ടുകൊടുത്ത പുതിനയില വളർന്നു വരുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ താഴെ ഭാഗത്ത് ദ്വാരം ഇട്ടിട്ടില്ല. ദ്വാരം ഇട്ടാൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഇത് ചോർന്ന് വീടിനുള്ളിൽ വീഴാവുന്നതാണ്. അതിന് പകരമായി ഇതിനകത്ത് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും വെള്ളം കുടിച്ച് നല്ല നനവുള്ളതായിട്ട് ഇരിക്കുന്നുണ്ടാവും. കൃഷി സംബന്ധമായ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളെ സമീപിക്കും. നന്ദി, നമസ്കാരം.